അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വിവാഹ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ഘടകം പരസ്പര വിശ്വാസമാണ്. ആ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതമാകെ താളം തെറ്റും. സഫ്ന എന്നു പേരുള്ള ഈ ഒരു യുവതിയുടെ അനുഭവം, സഫ്നയുടെ ലൈഫിൽ എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടി കുടുംബത്തിൽ കഴിഞ്ഞിരുന്നതാണ്. അങ്ങനെയാണ് ഒരു രണ്ട് മക്കളൊക്കെ ആയി. അവർക്ക് ഒരു മൂത്ത കുട്ടിയെ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ വരെ എത്തി, രണ്ടാമത്തെ കുട്ടി LKG-ലായി. അങ്ങനെ ലൈഫ് ഇങ്ങനെ നന്നായിട്ട് ഹാപ്പി ആയിട്ട് പോകുമ്പോഴാണ് സഫ്ന ഒരു കുടുക്കിൽപ്പെട്ടത്. സഫ്ന പഠിച്ചിരുന്ന കാലത്ത് 10ാം ക്ലാസ്സിലെ ഒരു റീയൂണിയൻ ചേർന്നു. സഫ്ന അധികം പഠിച്ചിട്ടൊന്നുമില്ല, ഒരു +2 വരെ പോയിട്ടേ ഉള്ളൂ. +2 ഒന്നും മുഴുവനാക്കിയിട്ടില്ല. അപ്പം സഫ്നയുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു കൂട്ടായ്മ 10ാം ക്ലാസ്സുകാരുടെ ഈ കൂട്ടായ്മയാണ്. ആ 10ാം ക്ലാസ്സിലെ കൂട്ടായ്മയിൽ നിന്നാണ് സഫ്ന ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നത്. ആ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുന്ന സൗഹൃദങ്ങൾ വളരെ വലുതായി. സഫ്നയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിൻ്റെ കോളേജിലെ റീയൂണിയനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ്. തനിക്ക് കോളേജിൽ പോകാൻ തൻ്റെ വീട്ടുകാർ അക്കാലത്ത് സമ്മതിച്ചിരുന്നില്ല. പെണ്ണത്ര പഠിച്ചാൽ മതി എന്ന് കരുതിയിരുന്നതാണ്. ഇന്നാണ് തൻ്റെ ഭർത്താവിൻ്റെ റീയൂണിയനും അവിടുത്തെ സൗഹൃദങ്ങളൊക്കെ കാണുമ്പോൾ തനിക്കും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു അവൾ. അങ്ങനെയാണ് 10ാം ക്ലാസ്സിലെ സൗഹൃദങ്ങൾ പിന്നീട് ഇങ്ങനെ നിരന്തരം ചാറ്റിങ്ങിലേക്കും അരുതാത്ത സൗഹൃദത്തിലേക്കും സഫ്നയെ കൊണ്ടെത്തിച്ചത്. സഫ്ന നിരന്തരം ചാറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ആ കൂട്ടായ്മയിൽ ഒരുത്തനക്ക് പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലൈനടി ഒക്കെ ഉണ്ടായിരുന്നു. സഫ്നയെ ഒരുത്തൻ ലൈനടി ചെയ്തു. അവനക്കിപ്പോൾ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. പക്ഷേ ആ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സഫ്നയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഒരു ഇളക്കവും വല്ലാത്തൊരു ആവേശവും ഉണ്ടാക്കി. അങ്ങനെയാണ് നിരന്തരം, ഇതൊന്നും ഭർത്താവ് അറിയുന്നില്ല. അങ്ങനെ ചാറ്റിങ്ങിലൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം അവനെ കാണാൻ വേണ്ടിയിട്ട് ഇവർ ടൗണിലുള്ള ഒരു കോഫി ഷോപ്പിൽ പോയി. ആ കോഫി ഷോപ്പിൽ പോകുന്നത് ഭർത്താവിൻ്റെ സുഹൃത്തെങ്ങാനും കണ്ടു. അങ്ങനെയാണ് ഗൾഫിലുള്ള ഭർത്താവിനെ വിവരം അറിയിക്കുന്നത്. ഇങ്ങനെ ഒരുത്തൻ്റെ കാറിൽ കയറി വന്നു, സംസാരിച്ചവർ ഇറങ്ങിപ്പോണത് കണ്ടു. ആ കാറുകാരൻ ഇവിടുത്തെ ഈ ജില്ലക്കാരനെ അല്ല. കാരണം ഇയാളിപ്പോൾ കല്യാണം കഴിഞ്ഞ് വേറൊരു ജില്ലയിലാണ് താമസം. അപ്പം അങ്ങനെ ചില വിധികൾ അങ്ങനെയാണല്ലോ. നമ്മൾ എത്ര ഒളിപ്പിച്ച് വെച്ചാലും അത് പിടിക്കപ്പെടും. അങ്ങനെ സഫ്നയുടെ കാര്യം ഏകദേശം കുളവായി. ഭർത്താവ് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരാൾ ഇനി വേണ്ട, അതാണ് ഇതാണ്, ആകെ പ്രശ്നവുമായി. അങ്ങനെ വിഷയം പള്ളിയിലെ ഖാദിമാരെ മുന്നിലെത്തി, പള്ളിയിലെ ഉസ്താദിൻ്റെ മുന്നിലെത്തി. ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും സഫ്നയുടെ ലൈഫിൽ സഫ്ന ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എനിക്കൊരു തെറ്റു പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കാമോ എന്ന് വെച്ചാൽ ഭർത്താവ് പറഞ്ഞു, 2 കുട്ടികളായി എന്ന് കരുതിയിട്ട് നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരാളുടെ കൂടെ നീ എന്തൊക്കെ ചെയ്തു എന്ന് ഇപ്പം എനിക്ക് എന്താ ഉറപ്പ്? നീ ഇപ്പം അവൻ്റെ കൂടെ ഒരു കോഫി ഷോപ്പിൽ പോയി, നീ വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇത്തരമൊരു വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഈ സഫ്നയുടെ ഭർത്താവിൻ്റെ തീരുമാനം, അബ്ദുൽ ഖാദറിൻ്റെ തീരുമാനം. സഫ്ന ആകെ സ്വന്തം ഉമ്മയോടും എല്ലാവരും കൈവിട്ടു. എല്ലാവരും ചോദിച്ചതാണ്, തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് നീ എന്തിനാണടി ഇതുപോലെയുള്ള തമാടിത്തരങ്ങൾ ചെയ്തത്? സഫ്ന അങ്ങനെ അന്നൊരു തീരുമാനത്തിന് ഉസ്താദും എല്ലാവരും വന്നിരുന്നു. ഉസ്താദ് ഒരു പ്രത്യേക കാര്യം പറഞ്ഞത് സഫ്നയുടെ മനസ്സിൽ വല്ലാതൊരു കൊള്ളിയാൻ പോലെ മിന്നി. 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കുകയില്ല, അവർക്ക് സ്വർഗം ഹറാമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു വിഭാഗം മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ, നിരന്തരം മദ്യപിക്കുന്ന ആൾ, രണ്ടാമത്തെ ഒരു വിഭാഗം. 3 ദുർനടപ്പുകാരിയായ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അവരെ തടയാതെ മോശം സ്വഭാവം കാണിക്കുന്ന വളരെ മോശക്കാരിയായ ദുർനടപ്പുകാരി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആണുങ്ങളുമായിട്ട് ഇങ്ങനെ തരാപ്പാര നടക്കണതിനൊന്നും തടയാത്ത ഒരു ഇങ്ങനെ 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന്, അവർക്ക് സ്വർഗം ഹറാമാണെന്ന് ഹബീബായ നബി പഠിപ്പിച്ചിട്ടുണ്ട്. സഫ്നക്കൊന്നും മിണ്ടാൻ വയ്യ. ഒരിക്കൽ ഹബീബായ നബിയുടെ മുൻപിൽ ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞൊരു സന്ദർഭവും കൂടി ഉസ്താദ് ഓർമ്മിപ്പിച്ചു കൊടുത്തു. അതിങ്ങനെയായിരുന്നു, ഒരാൾ വന്ന് ഹബീബായ നബിയോട് പറയാണ്, ഹബീബായ നബിയെ, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചു. എൻ്റെ ഭാര്യ എൻ്റെ ജീവനാണ്, പക്ഷേ എൻ്റെ ഭാര്യ വളരെ സൗന്ദര്യവതിയാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവളുടെ മേത്താരെങ്കിലും കൈവച്ചാൽ അവൾ തടയുന്നില്ല, ആർക്കും എന്തും ചെയ്യാം, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്വഭാവമാണ്. ഹബീബായ നബി പറഞ്ഞു, നിങ്ങൾ മൊഴി ചൊല്ലിക്കോളൂ, ഒഴിവാക്കിക്കോളൂ. അപ്പോഴാണ് അയാൾ പറയുന്നത്, അവൾ എൻ്റെ ജീവൻ്റെ ജീവനാണ്, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എനിക്ക് അവളുടെ ഈ തോന്നിവാസങ്ങൾ തടയാനും പറ്റില്ല എന്ന്. നബിയുടെ ബുദ്ധിപരമായ മറുപടി, എങ്കിൽ നീ സുഖിച്ച് ജീവിച്ചോ, ഒരാണത്വം കാണിക്കണ്ടേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ ഒരു തീരുമാനം, അബ്ദുൽ ഖാദറിൻ്റെ തീരുമാനം, ഇത് ഡിവോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഭാര്യ സങ്കടത്തോടു കൂടി ആ ഒരു തീരുമാനം ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലോട് കൂടിയാണ് സ്വീകരിച്ചത്. ഈ ഭാര്യ ഒന്നും പറഞ്ഞില്ല. ഈ ഭാര്യ ഓർത്തത്, വിവാഹം കഴിഞ്ഞിട്ട് ഈ 2 മക്കളാകുമ്പോഴേക്കും 10 വർഷങ്ങളായി. ഈ 10 വർഷത്തിനിടയിൽ ഒരു തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനാണോ എൻ്റെ ഭർത്താവ് അബ്ദുൽ ഖാദർ? ആ സഫ്നയുടെ ലൈഫിലേക്കുള്ള ഓർമ്മ വന്നതാണ്.
എന്നെ നിങ്ങൾ ദുർനടപ്പുകാരിയാക്കി ചിത്രീകരിക്കും. എൻ്റെ കയ്യിൽ തെറ്റുപറ്റി, ഞാൻ ഒരു സുഹൃത്തിൻ്റെ കൂടെ പോയി കോഫി ഷോപ്പിൽ പോയി, എങ്കിൽ എൻ്റെ ഭർത്താവ് ഈ സമാനമായ തെറ്റ് ഇതിനേക്കാൾ 10 മടങ്ങ് ചെയ്തിട്ടും അന്ന് എന്നോട് എല്ലാവരും പറഞ്ഞത് എന്നോട് ക്ഷമിക്കാനായിരുന്നു. ഇതെന്തുകൊണ്ടാണ് എൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ഇത്തരം ഹദീസുകൾ വന്നത്? ഭർത്താവിൻ്റെ ഒരു ഭാര്യയുടെ ദുർനടപ്പിൽ ക്ഷമിക്കരുത്, അവളെ ഒഴിവാക്കണം എന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ വന്നത് സഫനയുടെ ലൈഫിൽ ചിന്തിക്കുന്നത് സഫന അതായിരുന്നു. കാരണം വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴേക്ക് ഇവൾക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു. ഭർത്താവിൻ്റെ ഫോണിൽ ഒരുപാട് പെൺകുട്ടികളുമായുള്ള ചാറ്റിംഗ്, വാട്സപ്പ് ചാറ്റുകൾ ഇതൊക്കെ പിടിച്ചിരുന്നു. അപ്പോഴൊക്കെ ഇവൾക്കതൊരു ഞെട്ടലോടെയാണ് ഇവൾ കണ്ടത്. ഇവൾ ആദ്യം വന്നത് പറഞ്ഞത് ഉമ്മയോടാണ്. ഉമ്മയോട് പറഞ്ഞൊരു വാക്ക്, പൊന്നുമോളെ, നമ്മൾക്ക് ഒന്നുമില്ല, നീ ഒരു പെണ്ണാണ്, ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടാണ് ഞാൻ തന്നെ ഒരു ഭാര്യയായിട്ട് നിൽക്കുന്നത്. ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ തെറ്റുകളെ കണ്ടില്ലെന്ന് നടിച്ച് ക്ഷമിക്കുന്നവളാണ് എന്ന പാഠമാണ് ഈ ഉമ്മ അന്ന് സഫനക്ക് കൊടുത്തത്. എല്ലാം ക്ഷമിക്കാം ഒരു ഭാര്യക്ക്, പക്ഷേ ഒരു ഭർത്താവിൻ്റെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ ക്ഷമിക്കാൻ കഴിയുമോ? പക്ഷെ അവൾ ക്ഷമിക്കാൻ പഠിച്ചു. കാരണം ഒരു ഡിവോഴ്സ് ആവുക, വിവാഹമോചനം ചെയ്യുക, മറ്റൊരു ലൈഫ് കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അവൾ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദം? അതൊക്കെ ഒരു സൗഹൃദങ്ങളല്ലേ? ക്ഷമിച്ചു. അങ്ങനെ ആ മനുഷ്യൻ ഗൾഫിൽ പോയി, ഇവളെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ഗൾഫിലൊക്കെ കൊണ്ടുപോയപ്പോൾ ഒരു വീട്ടിൽ ഒരാളെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നു. അതൊരു ലേഡിയാണ്. ആ ലേഡി തൻ്റെ ഭർത്താവിനോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം ഇവളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അവരെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഒരു സുഹൃത്തിനേക്കാൾ അപ്പുറത്തേക്ക് ആ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൽ എന്തോ സ്വാധീനമുണ്ട് എന്നുള്ളത് ഭാര്യയ്ക്ക് മനസ്സിലായി. പെണ്ണുങ്ങൾക്കത് വേഗത്തിൽ മനസ്സിലാവും, ഉഡായിപ്പുകളൊക്കെ. ആണുങ്ങളെപ്പോലെയല്ല. അതോടുകൂടിയിട്ട് ഇവളുടെ ഉള്ളിൽ സംശയങ്ങളായി. ഇവൾ ഭർത്താവിൻ്റെ തന്നെ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ വേദനയോടെ പറഞ്ഞു, വിവാഹത്തിന് മുൻപ് തന്നെ നിങ്ങളുടെ ഭർത്താവിന് ആ സ്ത്രീയുമായിട്ട് ബന്ധങ്ങളുണ്ട്, ആ സ്ത്രീയിൽ നിന്ന് ഒഴിവാവാൻ നിങ്ങളുടെ ഭർത്താവിന് കഴിയില്ല. അതവൾക്ക് വലിയ വിഷമമായി. ഒരു 3 മാസത്തെ വിസിറ്റിങ്ങിന് പോയ അവൾ 1.5 മാസം കൊണ്ട് തന്നെ ബഹളം വെച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അന്ന് ഭർത്താവ് കയ്യും കാലും പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒന്നും നീ പ്രതീക്ഷിക്കണ്ട, ഞങ്ങൾ തമ്മിൽ സൗഹൃദങ്ങൾ ഉണ്ടായി, മറ്റരുതാത്ത ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇനി അതൊക്കെ ഒഴിവാക്കാം, നീ വന്നതോടുകൂടി എൻ്റെ ലൈഫ് സെറ്റിലായി. അന്നും ആ ഒരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധങ്ങൾ വിവാഹത്തിന് മുൻപുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് തുടർന്ന മനുഷ്യൻ പക്ഷേ ഭാര്യയുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് അഭിനയിച്ചു. ഭാര്യ ഇത് ക്ഷമിച്ചു. ഇതൊന്നും ഭാര്യ ആരോടും പറഞ്ഞില്ല. അങ്ങനെ 2-3 വർഷങ്ങൾ കഴിഞ്ഞ്, മൂത്ത കുട്ടി ജനിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കുറച്ചു കാലം നാട്ടിൽ നിൽക്കേണ്ടി വന്നു. എന്തോ വിസയുടെ പ്രോബ്ലം ഒക്കെ ആയിട്ട് ജോലിയൊന്നും ശരിയാവാതെ നാട്ടിൽ നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഭർത്താവിൻ്റെ മൊബൈലിൽ നിന്ന് അശ്ലീലമായ വീഡിയോകൾ അയക്കുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. അവരിങ്ങനെ അവരുടെ ന്യൂഡ് ഫോട്ടോസുകളും വീഡിയോസുകളും അയക്കാൻ ഭർത്താവ് അവിടെ നിന്ന് അങ്ങോട്ടും. അതവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അയാൾ ഒട്ടും അത് പ്രതീക്ഷിച്ചില്ല. അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് വേണ്ടെങ്കിൽ ഈ ഇറങ്ങിപ്പോയിക്കടി, നിനക്ക് വേണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോയിക്കോ. അന്നത്തെ പോലെ കരയാനോ കാല് പിടിക്കാനോ തെറ്റു പറയാനൊന്നും ആ മനുഷ്യൻ തയ്യാറായില്ല. അവളുടെ ഉള്ളിൽ പ്രതീക്ഷിച്ചത്, ഞാൻ എൻ്റെ ഭർത്താവിനെ നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ, എൻ്റെ ഭർത്താവിൻ്റെ തെറ്റുകളെ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നോട് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ഏറ്റുപറയുന്ന ഒരു നല്ല സുഹൃത്തിനെ ആയിരുന്നു അവൾ പ്രതീക്ഷിച്ചത്. ഒരു നല്ല ഭർത്താവിനെയാണ് പങ്കാളികൾ പക്ഷെ അതല്ല ഉണ്ടായത്. കാരണം ആ ഒരു ഫോൺ ചാറ്റ് ഇവൾ പിടിച്ചപ്പോൾ കൃത്യമായിട്ട് അവളുടെ അടുത്ത് പോകുന്നതും അവളുമായിട്ട് പല രീതിയിലുള്ള ബന്ധങ്ങളും ഒക്കെ അയാൾക്ക് മനസ്സിലായി. പക്ഷെ ഒരു കുട്ടിയായി, അന്ന് കുട്ടിക്ക് 3 വയസ്സേ, മൂത്ത കുട്ടിക്ക് 3 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഇവൾ ഈ സങ്കടം ആരോട് പറയും? ഇവൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മയോടും വാപ്പയോടും പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ തീരുമാനം വേണം. പക്ഷെ എല്ലാവരും ഇവൾ കുറച്ചു കാലം പിണങ്ങി നിന്നു. ആ പിണങ്ങി നിന്ന സമയത്തൊക്കെ അയാൾക്ക് ഭയങ്കര സുഖം. ഒരു തരത്തിലുള്ള മൈൻഡും അയാളില്ല. വന്ന് അന്വേഷിക്കുന്നില്ല, കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ ഇവളുടെ ഉപ്പ ഇടപെട്ടിട്ടാണ് ഇവൾ അങ്ങോട്ട് വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ കൊണ്ടായത്. ഒരൊറ്റ കാര്യമാണ് ഡിമാൻഡ് വെച്ചുള്ളൂ, എൻ്റെ ആ സംശയം വെച്ചിട്ട് ഇങ്ങോട്ട് കയറരുത്. അവൾ ഓർത്തതും സംശയങ്ങളല്ല, അയാൾ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾ മുഴുവനും വിളിച്ചു പറയുമ്പോൾ സംശയമാക്കി ചിത്രീകരിച്ചു. സംശയരോഗം വേറുണ്ട്, തൊട്ടതും പിടിച്ചതിനൊക്കെ സംശയിക്കുന്ന ആളുകൾ. ക്ഷമിക്കാനാണല്ലോ പെണ്ണു പഠിക്കേണ്ടത് എന്നൊരു പാഠം സമൂഹത്തിൽ നിന്ന് പഠിച്ചു. അവൾക്ക് അനുകൂലമാകുന്ന ഹദീസുകളോ ആയത്തുകളൊന്നും ആരും ഓതിക്കൊടുത്തില്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രേരണ ആരും നൽകിയില്ല. അവൾ പഠിച്ചതും കേട്ടതും ഇതൊക്കെ ക്ഷമിച്ചും സഹിച്ചും നീ ജീവിക്കണം എന്നൊരു പാഠമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുക. ഇപ്പം ഈ വീഡിയോ കാണുന്ന ഒരുപാട് വീട്ടമ്മമാർക്കറിയാം, ഇതേപോലെ നടക്കുന്ന ഒരുപാട് ഹസ്ബൻഡുമാരുണ്ട്. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്തവർ കുറ്റക്കാരായി, അവർ രോഗികളായി മാറ്റും. പിന്നെ ചില ആളുകൾ പറഞ്ഞു കൊടുക്കും, അതൊക്കെ ആണുങ്ങളാവുമ്പോൾ ഒന്നും വല്ലൊന്നും നിൽക്കൂല.
അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി കണ്ടൊക്കെ നിൽക്കണം. എപ്പോഴും കുറ്റപ്പെടുത്തൽ സ്ത്രീകളെ മാത്രമാണ്. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. മഹാഭൂരിഭാഗം ഒരാണിന്റെ തോന്നിവാസവും മറ്റ് സ്ത്രീകളെ തേടിപ്പോയാലും അത് അവന്റെ കൊള്ളരുതായ്മയായിട്ടല്ല പറയാ, നിന്റെ കുറവായിട്ടാ പറയാ. ഒരു ഭാര്യയോട് ചൂണ്ടിക്കാണിച്ചു, നിന്റെ കുറവാണ്, നീ നന്നായിരുന്നെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യില്ല. അപ്പോഴും സ്ത്രീ ആലോചിക്കും, അല്ല അത് മൂപ്പര് ചെയ്യണ തെമ്മാടിത്തരത്തിന് എന്തിനാണ് എന്നെ പഴി പറയുന്നത്? ഇതൊരു സാമൂഹിക നടപ്പാണ്. ഈ സാമൂഹിക നടപ്പാണ് ഈ സ്ത്രീ കേൾക്കേണ്ടി വന്നത്. എല്ലാവരും കുറ്റക്കാർ, നിസ്സഹായത, ഇവൾക്കൊന്നും പറയാൻ പറ്റില്ല. പലപ്പോഴും ചോദ്യം ചെയ്താൽ തന്നെ അടി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോഴും തന്നോട് സംസാരിക്കാൻ നേരമില്ല, തന്നോട് വർത്തമാനം പറയാൻ അയാൾക്ക് താല്പര്യമില്ല. അയാൾ വന്ന് കിടപ്പറയിൽ വന്നാൽ പോലും ഫോണാണ്. അയാളെ ഭാര്യ ശരിക്കും ഫോണാണ്. ഈ ഒരു സഫന വിചാരിച്ചു, ഇയാൾ കല്യാണം കഴിച്ച ഇനി മൊബൈൽ ഫോണിനെയാണോ? ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ മോളിനെ, ആൻഡ്രോയിഡുകാരി, അത്രമാത്രം ഫോണാണ് എല്ലാം. ഉറങ്ങുമ്പോൾ പോലും, ഉണർച്ചയിലും, ബാത്റൂമിൽ പോകുമ്പോഴും ഇവൾക്ക് ചോദ്യം ചെയ്യാനോ മറ്റോ കഴിയുമായിരുന്നില്ല. മാനസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ. വിവാഹകാര്യം ഒഴിവാക്കണമെന്ന ഉസ്താദിൻ്റെ ആ പ്രഭാഷണം കേട്ടപ്പോൾ, ഉപദേശങ്ങൾ കേട്ടപ്പോൾ ഇവളുടെ മനസ്സിലിങ്ങനെ ഓടിയത്, എന്നേക്കാൾ 10 മടങ്ങ് തെറ്റ് ചെയ്ത ഈ മനുഷ്യൻ അന്ന് ഇവരെല്ലാവരും കൂടിയിട്ട് ക്ഷമിക്കാൻ എന്നെ പഠിപ്പിച്ചു. ഇന്ന് എൻ്റെ കയ്യിലെ തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല, സാധൂകരിക്കുന്നില്ല. പക്ഷെ അരുതാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു സൗഹൃദത്തിൽ പോയി ചായ കുടിക്കാൻ പോയി, നേര് തന്നെയാണ്. അതെന്താണ് ഇയാൾക്ക് മറക്കാനും പൊറുക്കാനും കഴിയാത്തത്? അള്ളാഹു ഗഫൂറല്ലേ? ബന്ധങ്ങളിൽ പരസ്പരം വിശ്വാസങ്ങൾ വേണ്ടേ? ഒരു സ്ത്രീ തെറ്റ് ചെയ്യുമ്പോൾ മാത്രം അതൊരു ഗൗരവമുള്ളതാവുകയും സമാന തെറ്റോ അതിനേക്കാൾ വലിയ 10 മടങ്ങ് തെറ്റോ ഭർത്താവ് ചെയ്യുമ്പോൾ നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നൊരു രീതി നിങ്ങളുടെ ലൈഫിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് ഒരുപാടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കാണാം, അത്തരം രീതികളെ കാണാം. സഫന വല്ലാതെ മാനസിക തളർന്നു, ഡിപ്രഷന്റെ മൂഡിലെത്തി. വീട്ടുകാരെല്ലാവരും കൂടി തീരുമാനിച്ചു ഇതിന് ഈ രീതിയിൽ മുന്നോട്ട് പോവില്ല. അങ്ങനെ കുറെ ആളുകളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നു. ഇയാളുടെ മനസ്സ്, അബ്ദുൽ ഖാദറിന്റെ മനസ്സ് മാറി. ഇനി അവൾ ഒന്നും ചെയ്യില്ല എന്ന് മുദ്രപേപ്പറിൽ ഒപ്പിട്ട് തരണം. അതേപോലെ ഏതോ ഒരു ആ പള്ളിയുടെ സ്ഥലം ഞാൻ മറന്നു, ഒരു പള്ളിയിൽ പോയിട്ട് സത്യം ചെയ്യണം. അവിടെ പോയി സത്യം ചെയ്താൽ അതൊരു വലിയ വിശ്വാസമാണ്. ഇവൾക്കറിയാം, അയാൾക്കറിയാം, അബ്ദുൽ ഖാദറിന് അറിയാം തൻ്റെ ഭാര്യ ഇത്രയും. പക്ഷേ അയാൾ അവസരം മുതലാക്കി. ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, എനിക്ക് എൻ്റെ ഭർത്താവുമായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ സമയം തരണം. ആദ്യമൊന്നും സമ്മതിച്ചില്ല. അവൾ കൃത്യമായിട്ട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്തു എന്ന്? ഞാൻ പോയി എന്നുള്ളത് നേരാണ്, സൗഹൃദങ്ങൾ ഉണ്ടായ നേരാണ്. പക്ഷേ നിങ്ങൾ ഡീസൻ്റ് ആണോ? എൻ്റെ ലൈഫിൽ നിങ്ങൾ എന്തുമാത്രം കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. പലതും ഞാൻ ക്ഷമിച്ചും സഹിച്ചും മിണ്ടാതെ നടന്നിരുന്നതല്ലേ. ഒന്നും അയാൾ മിണ്ടണില്ല. ആണുങ്ങളെ കാര്യം നോക്കും, നീ ഒരു പെണ്ണാണ് എന്നൊറ്റ മറുപടിയിൽ ഒതുക്കിയായ ഒരു കാര്യം ഇവിടെ തീരുമാനിച്ചു, ഇനി നിങ്ങൾ എന്നെ സ്വീകരിച്ചാലും എനിക്ക് നിങ്ങളെ വേണ്ട. ഒരു യാചകയെ പോലെ തെണ്ടേണ്ടി വന്നാലും നിങ്ങളെപ്പോലുള്ള ഒരു മെയിൽ ഷോവനിസ്റ്റിന്റെ ഭാര്യ പദവി എനിക്ക് വേണ്ട എന്ന് ഉള്ളിൻ്റെ ഉള്ളാൽ അവൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോയ സഫയുടെ ലൈഫിൽ ഒരു സന്തോഷ വാർത്ത എത്തി. പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണ്, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരികയാണ്. ഇവൾ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല. അയാളുടെ എന്ത് സ്വഭാവമാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. എനിക്കൊരു തെറ്റുപറ്റിയപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, ക്ഷമിക്കാൻ കഴിയാതെ എന്നെ വേട്ടക്കാർക്ക് വിട്ടുകൊടുത്തൊരു മനുഷ്യൻ. അയാൾക്ക് വേണ്ടത് ഒരു അടിമയാണ്, ലൈംഗിക അടിമ. വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്ന ഒരു വേലക്കാരി. അതിലപ്പുറം എനിക്കൊരു സ്ഥാനം ആ വീട്ടിലില്ല. ഏതായാലും കുറച്ചു കാലം ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് നിന്നപ്പോൾ അവൾ നന്നായിട്ട് വായിച്ചു, ഒരുപാട് ആളുകളുടെ പ്രഭാഷണങ്ങൾ കേട്ടു, ഒരുപാട് നല്ല നല്ല ഉസ്താദുമാരുടെ ഉപദേശങ്ങൾ മനസ്സിലാക്കി. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആരുടെയും അടിമയില്ലെന്ന് തിരിച്ചറിഞ്ഞു. അവൾ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു ഡിവോഴ്സിന് വേണ്ടിയിട്ട്. ഞാനീ പറയുന്നത് എനിക്കറിയാവുന്നൊരു സുഹൃത്തിൻ്റെ ജീവിതമാണ്. പേര് മാത്രമേ സാങ്കല്പികങ്ങളുള്ളൂ. ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയ ഒരുപാട് പേരുണ്ടാവും. അള്ളാഹു സന്തോഷമുള്ള ലൈഫ് നൽകട്ടെ എന്നുള്ളതാണ്. അവൾ പോരാടി ജീവിക്കാൻ തീരുമാനിച്ചു. എന്ത് ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും സ്ത്രീകളെ മാത്രം വഴി പറഞ്ഞ് കുറ്റപ്പെടുത്തി ജീവിക്കുന്ന ഒരുപാട് പേരെ കാണാം. അത്തരം അനുഭവങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ആ വിഷയങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഞാൻ അവർ പോരാടി ജീവിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു. ഇത്തരം ജീവിതങ്ങളിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഒരു ഹാഫിദായ ഒരു മതപണ്ഡിതനെ അക്രമികൾ കൊലപ്പെടുത്തിയിരുന്നു. ആ കൊലപ്പെടുത്തിയ മതപണ്ഡിതന്റെ ഫോട്ടോ ആണിത്. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യണം ഉത്തരവായിട്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.